ഒരു സ്ത്രീയുടെ എഗ്ഗ് നമുക്ക് എത്ര നാൾ ഫ്രീസ് ചെയ്യാൻ പറ്റും? അതല്ലെങ്കിൽ ചിലവർ എഗ്ഗും സ്പേമും കൂടി ചേർന്ന എംബ്രിയോസ് ഫ്രീസ് ചെയ്യാറുണ്ട്. എത്ര നാളത്തേക്ക് ഇത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും? ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നമുക്ക് 10 വർഷം വരെ അത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. പക്ഷേ വർഷാവർഷം അത് ഫ്രീസിങ്ങിനുള്ള ചില ഫോർമാലിറ്റീസ്, അതായത് അതിൻ്റെ കോസ്റ്റ് ആയിക്കോട്ടെ, അത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മൾ അവരോട് പറയണം, ഹോസ്പിറ്റലുകാരോട് പറയണം, അതെ എൻ്റെ ഫ്രീസിങ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വർഷാവർഷം അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ ആ സ്ത്രീയുടെ ഒരു എഗ്ഗാണോ നമ്മൾ ഫ്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരം ഒരു എംബ്രിയോ മാത്രമാണോ ഫ്രീസ് ചെയ്യുന്നത്? നമ്മളെപ്പോഴും കൂടുതൽ ക്വാണ്ടിറ്റി ഫ്രീസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പം എഗ്ഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു എയിം ചെയ്യുന്നത് സാധാരണ ഒരു 10 to 15 എഗ്സ് കിട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മളിത് ചെയ്യുമ്പോൾ കുറേയൊക്കെ നമുക്ക് അത് നശിച്ചു പോയാലും ബാക്കിയുള്ളതിൽ നിന്ന് നല്ലത് കിട്ടുള്ളൂ. ഈവൻ എംബ്രിയോ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈവൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാതും നല്ലതായി ഡെവലപ്പ് ചെയ്യണമെന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഫ്രീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കില്ല ഫ്രീസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് വയൽസിലായിട്ടായിരിക്കും ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. ചില ആൾക്കാർ സിംഗിൾ എംബ്രിയോ മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു എംബ്രിയോ മാത്രമാക്കിയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതവരുടെ ഒരു ചോയ്സാണ്. യൂഷ്വലി യങ്ങർ ഏജ് ഗ്രൂപ്പിൽ നമ്മളൊരു 2 എംബ്രിയോയിൽ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാറില്ല. കുറച്ച് ഏജുള്ള പേഷ്യൻസ് ആണെങ്കിൽ 3 എംബ്രിയോസ്, അതിൽ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാറില്ല.